Hello everyone. We are going to discuss BEGC 111 Women's Writing, third block, fourth unit, A Kitchen in the Corner of the House by C.S. Lakshmi. C.S. ലക്ഷ്മി എഴുതിയിട്ടുള്ള എ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് വുമൺ റൈറ്റിംഗ് ആണല്ലേ. അപ്പം ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ അവർ നേരിടുന്ന ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നെന്നാണ് എഴുതുന്ന റൈറ്റിങ്സാണ് നമുക്ക് അധികം ഈ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പം അതുതന്നെയാണ് ഇതിലും വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് വിമൺ എന്താണ് സപ്രസ് ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരുടെ ഡ്രീംസിനൊന്നും നിറം നൽകാതെ എന്താണ് അവർ അടിച്ചമർത്തപ്പെട്ട വെറും ഒരു കിച്ചണിൽ മാത്രമായിട്ട് അവരെ തളച്ചു നിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഈ ഒരു റൈറ്ററോട് ഡിക്ലെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് ജെൻഡർ റൂൾസ് ക്രിയേറ്റഡ് ബൈ ദ സൊസൈറ്റി. ഈ ജെൻഡർ റൂൾസ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഇതാണ് പാടുള്ളത്, പെണ്ണുങ്ങൾക്ക് ഇത് മാത്രമേ പാടുള്ളൂ എന്നുള്ള റൂൾസ് ഉണ്ടാക്കിയതാരാണ്? സൊസൈറ്റിയാണ്, അല്ലാതെ ബയോളജിക്കൽ പരമായിട്ടുള്ള റൂൾസ് അല്ല അത് എന്നുള്ളതാണ് പറയുന്നത്. ഈ വുമൺ എന്ന് പറയുന്നത് എപ്പോഴും ഹൗസ് ഹോൾഡ് വർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ വിധിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറി, സ്വന്തം പേഴ്സണാലിറ്റി പോലും ഇല്ലാത്ത ഒരാളായിട്ട് ആ ഒരു സമൂഹത്തിൽ അവർ മാറി എന്നുള്ളതാണ്. ഈവൻ അവർ അങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ പോലും അവർക്ക് എന്താണ് ആ ഒരു ചെയ്തത് പോലും അതൊരു ജോലിയായിട്ട് ആ ഒരു സൊസൈറ്റി കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സോഷ്യൽ സിസ്റ്റം, അതുപോലെ മെന്നിൻ്റെ എന്താണ് ഒരു അതോറിറ്റി പവർ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അവരാണ് കൂടുതലായിട്ടും ഡിസിഷൻ എടുക്കാനും എല്ലാത്തിനും മുമ്പോട്ട് വരാറാണ്. മെന്നാണ്. അവിടെ സ്ത്രീകൾക്ക് ശബ്ദമില്ല, ശബ്ദിക്കാനുള്ള അവകാശമില്ല. ഈ ഒരു സംഭവങ്ങളൊക്കെ നിർത്തിക്കൊണ്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ വെൽത്ത് ആയാലും പ്രോപ്പർട്ടി ആയാലും ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു സോഷ്യൽ അതോറിറ്റി ആർക്കാണുള്ളത്? മെന്നിനാണുള്ളത് എന്നുള്ളതാണ്. സോ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള ലക്ഷ്മിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അമ്പൈ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. അവർ തമിഴ്നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. ഫെമിനിസ്റ്റ് റൈറ്റർ ആയിരുന്നു. 1944 കേട്ടോ അവരുടെ ലൈഫ് അവർ ജനിച്ചിട്ടുള്ളത്. മെയിനായിട്ട് തമിഴ് ലാംഗ്വേജിലാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം എന്താണ് വുമൻ്റെ പ്രശ്നങ്ങൾ അവരുടെ എക്സ്പീരിയൻസിലൂടെ സോഷ്യൽ ഇഷ്യൂസിലൂടെ ആ ഒരു ഇതിനൊക്കെ കൂടുതലായിട്ടും മുന്നിട്ട് നിർത്തിയിട്ടുള്ള റൈറ്റിങ്സാണ് അവർക്കുണ്ടായിരുന്നത്. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരുടെ എഴുത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പാരോ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ളൊരു സംഘടന ഉണ്ടാക്കിയിട്ടെന്താണ് വുമൻസ് റൈറ്റിംഗ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സംഘടന പോലും അവരുണ്ടാക്കിയിട്ടെന്ന് പറയുന്നുണ്ട്. ഹ്യൂമർ ആയിട്ടുള്ള വിറ്റായിട്ടുള്ള സാറ്റയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആ ഒരു രീതിയാണ് അവരുടെ എഴുത്തുകൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ വുമൻ്റെ സ്ട്രഗിൾസ്, റിലേഷൻഷിപ്സ്, ഈവൻ സൈലൻസ് പോലും അതെന്തൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എഴുത്തായിരുന്നു അവർക്ക്. വുമൻ്റെ സൈലൻസിന് പോലും എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ എഴുത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു പാട്രിയാർക്കൽ വാല്യൂസിന് സോഷ്യൽ നോംസിനൊക്കെ എന്താണ് ഭയങ്കര റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള വുമണ്ണോട് എതിരെ നിൽക്കുന്ന ആ പാട്രിയാർക്കൽ സൊസൈറ്റി നോംസിനൊക്കെ വളരെ ശക്തമായിട്ട് എതിർത്ത് കൊണ്ടിട്ടുള്ള നിലപാടാണ് നമ്മുടെ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനാണെങ്കിൽ. സോ നമുക്കൊരു കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള അജ്മീറിൽ താമസിക്കുന്ന ഒരു വലിയൊരു ജോയിൻറ്റ് ഫാമിലിയിലാണ് ശരിക്കും ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ആ ഒരു കുടുംബത്തിൽ പറയുമ്പം എല്ലാ സ്ത്രീകളുടെയും ലൈഫ് എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. അപ്പം അതാണ് മെയിനായിട്ട് സ്റ്റോറീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഒരു കിച്ചൺ തന്നെയാണ്. അപ്പം ആ ഒരു വീടിൻ്റെ തന്നെ ഒരു മൂലയിലാണ് ശരിക്കും അവരുടെ ഒരു കിച്ചൺ ഉള്ളത്, ഒരു കോർണറിലായിട്ടാണ് അവരുടെ കിച്ചൺ ഉള്ളത്. അപ്പം അതിലൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എന്താണ് സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനമാണ് നമ്മുടെ റൈറ്റർ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കഥയിൽ വരുന്ന ക്യാരക്ടേഴ്സ് പാപ്പാജി മെയിനായിട്ടുള്ള കുടുംബനാഥനാണ് കേട്ടോ പാപ്പാജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യ ജിജി എന്ന് പറയുന്നത്, ഈ ജിജി എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ് കേട്ടോ ശരിക്കും. ഭാര്യ ജിജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാപ്പാജിയുടെ സെക്കൻഡ് മദറാണ്. നേരെ അമ്മയല്ല, പക്ഷേ അച്ഛനെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ വീണ്ടും കല്യാണം കഴിക്കുന്ന ആളാണ് ഭാര്യ ജിജി. കുറച്ച് പ്രായമായിട്ടുള്ള ഓൾഡായിട്ടുള്ള ജനറേഷനിൽ പെട്ട ആളാണ്. ദെൻ പാപ്പാജിയുടെ വൈഫാണ് ജിജി എന്ന് പറയുന്നത്. ദുലാരി ബായ് എന്നാണ് ശരിക്കും പേര് വരുന്നത്. പക്ഷേ ജിജി എന്ന ഇതിലാണ് ഒരു സ്ഥാനപ്പേരാണ് ജിജി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പാപ്പാജിയുടെ വൈഫാണ് ജിജി എന്ന് പറയുന്നത്. അവരുടെ 3 മക്കളാണുള്ളത്, ഗോപാൽ, കിഷന്, സതീഷ്. ദെൻ അവിടെ തന്നെ മരുമക്കളായിട്ടുള്ള രാധ, മീനാക്ഷി, കുസുമ എന്ന് പറയുന്ന ഈ ആളുകളൊക്കെയാണ് ഇതിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ അടുക്കള എന്ന് പറയുന്ന ഒരു കിച്ചൺ എങ്ങനെയാണ് ഒരു സ്ത്രീകളുടെ ലൈഫിൽ അത്ര ഇതായി പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അഥവാ അതിൻ്റെ ഒരു കിച്ചണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത്. അഥവാ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു കിച്ചണിലാണ്. കാരണം അതെന്ന് പറയുന്നത് അവരുടെ ലൈഫിനെ പോലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ശരിക്കും ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ലൈഫ് തന്നെ എന്താണ് കിച്ചണിൽ മാത്രം സ്പോയിൽ ആവുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ എന്താണ് ആ വീട്ടിലുള്ള ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി ഒക്കെയാണ് അവരുടെ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരുടെ ഡ്രീംസിനൊന്നും ഒരു വാല്യൂ അവർക്കില്ല. ശരിക്കും അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത് രാവിലെ മുതൽ രാത്രി വരെ, അത് തന്നെയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫാമിലിനെ ശരിക്കും പരിപാലിക്കുക എന്നുള്ളതാണ്, കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ രണ്ടാമത്തെ കടമ എന്ന് പറയുമ്പോൾ. ഈ ഒരു സംഭവങ്ങൾ മാത്രമുള്ള ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശരിക്കും ഒരു സ്ത്രീനെ ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇത് ചെയ്യാൻ മാത്രമായിട്ടാണ് ശരിക്കും സ്ത്രീയെ. എന്നാൽ ഇത് ചെയ്യാനുള്ള നന്മ വല്ലതും അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക്
ഇത് അവർക്ക് കിട്ടുന്നുണ്ടോ? അതും ഇല്ല. അപ്പം അതാണ് ശരിക്കും ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പം ഇതിൽ തന്നെ നമ്മുടെ ഭാര്യ ജിജിയുടെ ലൈഫ് പറയുന്നുണ്ട്. ഭാര്യ ജിജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ബാപ്പാജിയുടെ സെക്കൻഡ് മദറാണ് ഭാര്യ ജിജി എന്ന് പറയുന്നത്. അപ്പം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഓൾഡ് ജനറേഷനിൽ പെട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അവരുടെ സമയത്ത് എന്താണ് ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലാക്കിയാൽ എന്താണ് ആ ഒരു വീട്ടിൽ അധികാരം നേടിയെടുത്തതിന് തുല്യമാണെന്നുള്ളതാണ്. അപ്പം പണ്ടത്തെ ആൾക്കാർ എന്ന് പറയുമ്പം അടുക്കള പോലെ കയ്യിൽ കിട്ടിയാൽ തന്നെ ഓലാണ് വീട്ടിലത്തെ അധികാരി എന്നുള്ള രീതിയിലേക്ക് അവരാവുന്നുള്ളത്. അപ്പം അത്രയും അഥവാ അടുക്കള ഭരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് അവരുടെ ലൈഫിൽ മാറുക എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് അവരുടെ ഡ്യൂട്ടി എന്നുള്ളത്. അപ്പം ആ ഒരു മെയിൻ ഡ്യൂട്ടി കയ്യിൽ കിട്ടുമ്പോഴുള്ള അവസ്ഥയാണ് ശരിക്കും അടുക്കള അവരുടെ കയ്യിലെ അധികാരത്തിന് വേണ്ടിയിട്ട് കിട്ടുമ്പം എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നതാണ് ആ ഒരു ഫാമിലിനെ എന്താണ് സെർവ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം പറയുന്നത്. അപ്പോൾ പണ്ടത്തെ ആളുകൾ എന്താണ് അവർക്ക് തൻ്റെ ഹസ്ബൻഡിനും തൻ്റെ മക്കൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണ്, അതുതന്നെയാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ പാട്രിയാർക്കൽ സൊസൈറ്റിയെ പോലും ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാം, അവരിങ്ങനെ അപ്പോൾ നമുക്കൊന്നും പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിനൊന്നും അവർ ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് എന്താണ് അവരുണ്ടാക്കിയ സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു നിയമത്തിന് ഉള്ളിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പഠിച്ചു. അഥവാ അതാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്, അതിനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിലെന്താണ് അവരുടെ ജീവിതം കാണിക്കുന്നതാണ് പല സ്ത്രീകളും സമൂഹത്തിൽ എങ്ങനെയാണോ സമൂഹം അവരെ കണക്കാക്കിയിട്ടുള്ളത് അത് ഒരു സ്വാഭാവികമായിട്ട് ജീവിച്ച് തീർക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ നമ്മുടെ ഭാര്യ ജിജി എന്ന് പറയുന്ന അവരുടെ ലൈഫ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇതിൽ ജിജിയിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ പാപ്പാജിയുടെ വൈഫായിട്ടുള്ള ജിജിയിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടെ പാവാണ് കേട്ടോ ആൾ. കാരണം അവരുടെ ജിജി എന്ന് പറയുമ്പോൾ തൻ്റെ ലൈഫ് മുഴുവൻ എന്താണ് ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫുൾ സമർപ്പിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൻ്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ മക്കൾക്കും വേണ്ടിയിട്ട് എന്താണ് ലൈഫ് മുഴുവനായിട്ടും അവർ ചിലവഴിച്ചു എന്നുള്ളതാണ്. അപ്പം ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് മണിക്കൂറുകളോളം ആ ഒരു കിച്ചണിൽ കിടന്ന് അവർ ജോലി ചെയ്യുന്നുണ്ട്. അതിലെന്താണ് സ്വന്തം ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു മുൻഗണനയും സ്വന്തമായിട്ട് അവരാർക്കും അഥവാ സ്വന്തമായിട്ടുള്ളൊരു മുൻഗണനയും അവർ കൊടുത്തിട്ടില്ല. എല്ലാം മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓടി നടന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വുമൺ എന്ന് പറയുന്നത് ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ജിജിയിലൂടെ കാണിക്കുന്നത്. then മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മീനാക്ഷി എന്ന് പറയുന്നത്. ഈ മീനാക്ഷി എന്ന് പറയുന്നത് ഇവരാണ് ശരിക്കും ഈ ഒരു കഥയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി ചേഞ്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ മീനാക്ഷി എന്ന് പറയുന്നത്. അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള പല തിങ്കിങ്ങിനെയൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ മീനാക്ഷി എന്ന് പറയുന്നത്. വീട്ടിലെ സ്ത്രീകൾ എന്താണ് അവരുടെ ലൈഫ് അവരുടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ എന്താണ് വീട്ടിലെ എല്ലാവരുടെയും ലൈഫ് ഇളയ മരുമകളാണ് മീനാക്ഷി എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താണ് ആ ഒരു ലൈഫ് അങ്ങനെ അടുക്കളയിൽ കഴിയുന്നതും അവർക്ക് ഫുഡ് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് മാത്രം കണ്ടെന്താണ് ശരിക്കും അതൊക്കെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം, അതുപോലെ തന്നെ ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നു അവരുടെ കാര്യം ആലോചിച്ചിട്ട്. അവൾ എന്താ ചിന്തിക്കുക വെച്ചാൽ എന്തുകൊണ്ടാണ് ശരിക്കും ഈ സ്ത്രീകളുടെ ലൈഫ് എന്ന് പറയുന്നത് വെറും കിച്ചണിൽ മാത്രം ഒതുങ്ങിപ്പോയത് എന്നുള്ളത് അവൾ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവരുടെ കഴിവുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്ക് അവരുടെ ഡ്രീംസിനോ ഒന്നും ആരും ഒരു വാല്യൂ അവർക്ക് കൊടുക്കുന്നില്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളതും ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് വിമൺ എന്താണ് ശരിക്കും അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ഫ്രീഡോ അവർക്കില്ല, എന്തുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മീനാക്ഷി ചിന്തിക്കുകയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ ഫുഡിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ആ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടാക്കലാണ് അവരുടെ മെയിൻ ജോലി എന്ന് പറയുമ്പോൾ തൻ്റെ പുരുഷന്മാർക്ക് ഏറ്റവും മികച്ച ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള രുചിയുള്ള ഭക്ഷണം എത്ര സമയം എടുത്ത് വേണമെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം എങ്കിൽ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ നല്ല അംഗീകാരമോ അല്ലെങ്കിൽ അതിനുള്ളൊരു നന്ദി പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം ഇതിലൂടെ നമ്മുടെ റൈറ്റർ പറയുന്നത് എന്താ വെച്ചാൽ സ്ത്രീകളുടെ എന്താണ് ഈ ഒരു ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ഒരു ജോലിയായിട്ട് പോലും ശരിക്കും കണക്കാക്കുന്നില്ല. എത്രമാത്രം ഒരു ഡ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാത്രമാണ് ശരിക്കും ഈ ഒരു വീട്ടു ജോലി എന്ന് പറയുന്നത് ആ ഒരു സമൂഹം കണ്ടിരുന്നത് എന്നുള്ള വിമർശനമാണ് നമ്മുടെ നമ്മൾ റൈറ്റർ അവിടെ വെക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറയുന്ന കാര്യമാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. പാപ്പാജി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു കഥയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു മെയിൽ ഡോമിനേഷൻ ആയിട്ടുള്ള ഒരു മെയിൽ അതോറിറ്റിയെ കാണിക്കുന്ന ഒരാളാണ് ശരിക്കും പാപ്പാജി എന്ന് പറയുന്നത്. അപ്പം ആ ഫാമിലിയിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഈ ഒരു പാപ്പാജിയാണ്. അതുപോലെ സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇതാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പാപ്പാജിയാണ്. അതുപോലെ തന്നെ മീനാക്ഷി ഇതിലെന്താണ് കിച്ചൺ എന്ന് പറയുമ്പോൾ ആ ഒരു വീട്ടിലെ ചെറിയൊരു ഒതുങ്ങി കൂടിയൊരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ 3/4 അവർ ചിലവഴിക്കുന്നത് ഈ അടുക്കളയിലാണ്. പക്ഷേ ആ ഒരു അടുക്കള എന്തുകൊണ്ട് കുറച്ച് വലുതാക്കിക്കൂടെ അല്ലെങ്കിൽ ഒന്ന് വലിപ്പം കൂട്ടണം എന്നുള്ള കാര്യം പാപ്പാച്ചിയോട് പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. കാരണം മരുമക്കൾക്ക് എന്താണ് അത് പറയാനുള്ളൊരു അവകാശം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം സ്ത്രീകൾ എത്രത്തോളം കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഭാര്യ ജിജി പറയുന്നത് എന്താണ് ഓൾഡ് ആയിട്ടുള്ള ജനറേഷനും അതുപോലെ തന്നെ ജിജിനെ എന്താണ് ഭയങ്കര സാക്രിഫൈസിങ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരു ജനറേഷനും അതുപോലെ തന്നെ മീനാക്ഷി എന്ന് പറയുന്നതാണ് ഒരു മോഡേൺ ചിന്താഗതിയിട്ടുള്ള ഒരു ജനറേഷനായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അതുപോലെ തന്നെ അവരുടെ വ്യത്യസ്തമായ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അടിച്ചമർത്തലുകൾ അനുഭവിച്ച ആളുകളാണ് ശരിക്കും ഈ ഒരു 3 പേരും എന്ന് പറയുന്നത്. അപ്പം അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. ഈ ഒരു കഥ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ് സ്ത്രീകൾ ശരിക്കും കിച്ചണിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ജീവിക്കേണ്ട ആളുകളല്ല ശരിക്കും. അവർക്ക്
എന്താണ് സ്വന്തമായിട്ട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് എന്താണ് സ്വന്തമായിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു അതുപോലെ തന്നെ ഇനി അപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ ചെയ്യുന്ന ആ ഒരു ഹൗസ് ഹോൾഡ് വർക്കിന് എന്താണ് അതിനൊരു ആ സൊസൈറ്റി എന്താണ് ഒരു വാല്യൂ അവർക്ക് കൊടുക്കണം. അവർക്ക് എന്താണ് സ്വന്തമായിട്ട് സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റിയും അവരുടെ സ്വാതന്ത്ര്യം ഇൻഡിവിജ്വാലിറ്റിയും എന്താണ് ആ ഒരു സൊസൈറ്റി അംഗീകരിക്കണം. ശരിക്കും ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വിമണെ സംബന്ധിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർഡർ വൈസ് ഇതിനെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, ഈ ഒരു സ്റ്റോറിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു രാജസ്ഥാനി കുടുംബത്തിനെ കുറിച്ചിട്ട്, ആ ഒരു ജോയിൻറ്റ് ഫാമിലിയെ കുറിച്ചിട്ടാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത് കേട്ടോ. അത് പരിചയപ്പെടുത്താണ്, ആ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്താണ്. എന്താണ് കുടുംബ നാഥനാരാണ്, പാപ്പാജിയാണ്. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത് ഒരു പാപ്പാജിയുടേതാണ്. അതുപോലെ തന്നെ എന്താണ് വുമൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ് ആ വീട്ടിലുള്ള പാചകം, കുക്കിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു വീടും അല്ലെങ്കിൽ ഒരു കിച്ചണും ചുറ്റുമാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് ഈ ഒരു അടുക്കളയെ കുറിച്ചിട്ടുള്ള വിവരമാണ് ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആ അടുക്കള എന്ന് പറയുന്നത് വലിയൊരു വീടിൻ്റെ ഒരു മൂലയിലായിട്ടാണ്, ശരിക്കും ഒരു കോർണറിലായിട്ടാണ് ഈ അടുക്കള സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ദിവസത്തിൻ്റെ ഏകദേശം 3/4 ഭാഗം അവർ ചിലവഴിക്കുന്നത് എവിടെയാണ്? ഈ ഒരു കിച്ചണിലാണ്. അപ്പം അവരുടെ അധ്വാനത്തിൻ്റെയും അല്ലെങ്കിൽ എന്താണ് അവരുടെ സാക്രിഫൈസിൻ്റെയും ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ശരിക്കും ഈ ഒരു കിച്ചണ് ഇവിടെ പ്രതിനിധീകരിച്ച് കാണിക്കുന്നത്. സ്ത്രീകൾക്ക് എന്താണ് വലിയ ഉത്തരവാദിത്തമുണ്ട് ശരിക്കും വീട്ടിലല്ലേ, പക്ഷേ എങ്കിൽ പോലും അവർക്ക് എന്താണ് ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം റൈറ്റ് അവർക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ആ ഒരു വീട് എന്ന് പറയുന്നത് ആ ഒരു സൊസൈറ്റിയാണ് ശരിക്കും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒതുങ്ങിക്കൂടിയിട്ടുള്ള അവരുടെ ലൈഫിനെയാണ് ശരിക്കും അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ പറയുന്നത് ഭാര്യ ജിജിയുടെ ലൈഫാണ്. ഭാര്യ ജിജി ഞാൻ പറഞ്ഞല്ലോ പാപ്പാജിയുടെ അമ്മയായ നേരിട്ടുള്ള അമ്മയല്ല, സെക്കൻഡ് മദറായിട്ടുള്ള ഭാര്യ ജിജിയുടെ ലൈഫിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ്. എന്താണ് ചെറുപ്പകാലം മുതൽ എന്താണ് വീട്ടിലെ ജോലികളിലൂടെയാണ് എന്താണ് അവർ സ്വന്തമായിട്ട് അവരുടെ സ്ഥാനം നേടിയെടുത്ത് എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഈ ഒരു അടുക്കള ഭരണം കിട്ടുന്നതോടെ എന്താണ് തനിക്കെല്ലാം കിട്ടി എന്നുള്ളൊരു ഒരു ഭാവം വരും എന്നുള്ളതും ആ ഒരു അടുക്കള ഭരണം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര എന്തോ സംഭവമായിട്ടാണ് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കണ്ടിരുന്നത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പം സ്ത്രീയുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഫാമിലിനെ സെർവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇതാക്കുക എന്നുള്ളത് ആയിരുന്നു ആ ഒരു പണ്ടത്തെ തലമുറ വിശ്വസിക്കുന്നത്. അതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പം അത് കിട്ടുമ്പോൾ ഭയങ്കര നിധി കിട്ടിയ ഫീലിംഗ് ആയിരിക്കും ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു അധികാരം അവർക്ക് കിട്ടുമ്പോൾ എന്നുള്ളതാണ്. അപ്പം അത് ഒരു ഓൾഡ് ജനറേഷനിലുള്ള ആളാണ് നമ്മുടെ ഭാര്യ ജിജി എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് പിന്നീട് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ജിജിയുടെ ലൈഫാണ് കേട്ടോ. ഈ ജിജി എന്ന് പറയുന്നത് പാപ്പാജിയുടെ വൈഫാണ്. ഇപ്പം വളരെ ചെറിയ കാലത്ത് തൊട്ട് എന്താണ് അവരുടെ മാരേജ് ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു ലൈഫ് മുഴുവൻ എന്താണ് അവർ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടും തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളാണ് ജിജി എന്ന് പറയുന്നത്. അപ്പം അത് അവിടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം സ്വപ്നങ്ങൾക്കൊന്നും സമയം ആർക്ക് ലഭിച്ചിട്ടില്ല, ഈ ജിജിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ ജിജിയുടെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകളുടെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സാക്രിഫൈസിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മുടെ ജിജി ഇവിടെ കണക്കാക്കപ്പെടുന്നത്. പിന്നീട് പറയുന്നതാണ് മീനാക്ഷി. പിന്നീടാണ് മീനാക്ഷിയുടെ വരവ് വരുന്നത് കേട്ടോ. അപ്പം ഇളയ മരുമകളായിട്ടാണ് മീനാക്ഷി വരുന്നത്. ശരിക്കും അതിൽ രാധ അതുപോലെ തന്നെ കുസുമ എന്ന് പറയുന്ന ഈ 2 മരുമക്കൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ രാധനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു കുടുംബത്തിലുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആളാണ് രാധ എന്ന് പറയുന്നത്. കുസുമം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താണ് സ്വന്തം ആവശ്യങ്ങളെക്കാൾ കൂടുതലും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കാണെന്നുള്ളതാണ്. അപ്പം അതൊക്കെ അഥവാ അവൾക്ക് ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു കാലിൻ്റെ അസുഖം വന്നിട്ടുണ്ടെങ്കിലും മണിക്കൂറുകളോളം ആ ഒരു അടുക്കളയിൽ നിന്നിട്ട് തന്നെ അവർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം തനിക്ക് വേദന ആയാലും വേണ്ടില്ല ആ ഒരു കുടുംബത്തിന് സേവനം ചെയ്യണം എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളാണ് ഈ രാധ കുസുമ എന്ന് പറയുന്ന ഈ 2 മരുമക്കളും. പക്ഷേ അതിനുശേഷമാണ് നമ്മുടെ മീനാക്ഷിയുടെ വരവ് എന്ന് പറയുന്നത്. ശരിക്കും അവർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ്ലി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും മീനാക്ഷി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കുടുംബത്തിലേക്ക് എത്തുമെന്നാണ് ഈ ഇവിടെയുള്ള സ്ത്രീകളുടെ ഒരു ജീവിത രീതിയൊക്കെ കാണുമ്പോൾ എന്താണ് അവർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാണ് ശരിക്കും സ്ത്രീകൾ എന്താണ് അവരുടെ ജീവിതം മുഴുവൻ അടുക്കളയിൽ ചെലവഴിക്കുന്നത് എന്നുള്ള ചോദ്യം അവർ ചോദിക്കുകയാണെന്നുള്ളത്. അപ്പം ഈ ഒരു മീനാക്ഷി എന്താണ് ഒരു മോഡേൺ ജനറേഷനിലുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു വുമൺ ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നതാണ്. പിന്നീട് അതിൽ പറയുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഫുഡും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഹാർഡ് വർക്കിനെ കുറിച്ചിട്ടൊക്കെ. ഈ ഒരു സ്റ്റോറിയിൽ തന്നെ ഫുഡിന് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് അഥവാ അവരെന്താണ് മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എങ്കിൽ പോലും എന്താണ് അത് പുരുഷന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് അവർ ഉണ്ടാക്കുന്നത്. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു താങ്ക്സോ അല്ലെങ്കിൽ എന്താണ് അതിനുള്ള അർഹതപ്പെട്ടുള്ള സംഭവങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവരുടെ അധ്വാനത്തെ പോലും ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ശരിക്കും നമ്മുടെ റൈറ്ററോട് ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു വീട്ടുജോലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിക്കും ഒരു ജോലിയല്ലേ എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ റൈറ്ററോട് പറയുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യമാണ് ശരിക്കും ഈ ഒരു മീനാക്ഷി എന്താണ് അടുക്കളയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണ് ഈ സ്ത്രീകളുടെ ലൈഫ് എപ്പോഴും അടുക്കളയിൽ ഒന്നുകൂടെ സൗകര്യമാണ് എന്നുള്ള അഭിപ്രായം പറയാണ്, മീനാക്ഷി പറയാണ്. അതുപോലെ തന്നെ ഈ വീട്ടിലെ ജോലികൾ എല്ലാവരും ഷെയർ ചെയ്ത് കണ്ട് ചെയ്യണം. അപ്പം ഹസ്ബൻഡ്മാരൊക്കെ ഓൾറെഡി വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പം അവരും ഇതിൽ കൂടട്ടെ എന്നുള്ള അഭിപ്രായമാണ് ആർക്കുള്ളത്, മീനാക്ഷിക്കുള്ളത് എന്നുള്ളതാണ്. അപ്പം സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് എന്താണ് അവർക്ക് സ്വന്തമായിട്ട് സമയം വേണം അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ലൈഫ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ മീനാക്ഷി ഇവിടെ എന്താണ് എല്ലാവരുടെ ഇടയിൽ തൻ്റെ അഭിപ്രായം പറയുകയാണ്
എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മീനാക്ഷിയുടെ അഭിപ്രായം ആ ഒരു കുടുംബത്തിൽ ആർക്കും കാരണം ഓൾറെഡി അവരെന്താണ് ട്രഡീഷണൽ ആയിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾ. അപ്പം ആർക്കും ആ കുടുംബത്തിൽ ആർക്കും ഈ ഒരു ഇവരുടെ ഒരു ഇതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മീനാക്ഷി മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ എന്താണ് ശരിക്കും സ്ത്രീകൾ പറയുകയാണെങ്കിൽ അവരെന്താണ് അടുക്കളയിൽ എന്താണ് കുടുങ്ങിക്കിടക്കാണ്. ശരിക്കും അവരുടെ കഴിവുകൾ എന്താണ് ഒരിക്കലും ഉപയോഗപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജീവിതം ഒരിക്കലും അവർ ജീവിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മീനാക്ഷി മനസ്സിലാക്കുകയാണ്. അവർ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് ഭയങ്കര ആഴത്തിൽ അവർ ചിന്തിക്കുകയാണെന്നുള്ളത്. അപ്പം അവസാനം എന്താണ് ഈ ഒരു കഥ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നതാണ് സ്ത്രീകളുടെ നമ്മളോട് നിർദ്ദേശിക്കുകയാണെന്ത് സ്ത്രീകളുടെ ലൈഫ് ഒരിക്കലും കിച്ചണിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്, അല്ലെങ്കിൽ അവർക്ക് സ്വപ്നങ്ങളും വ്യക്തിത്വം സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കണം. വീട്ടുജോലികൾ എന്ന് പറയുമ്പോൾ സമൂഹം എന്താണ് എല്ലാവരും അംഗീകരിച്ച് കൊടുക്കണം. അത് വെറും ഒരു ജോലിയായിട്ട് പോലും മാത്രം കാണരുത്, അത് ഭാരിച്ച ജോലിയാണ്. കാരണം ഒരു ദിവസത്തെ സ്ത്രീകൾ എടുക്കുന്ന ജോലി എന്താണ് പുരുഷന്മാർക്ക് പോലും ഒരു ദിവസം പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അത് സമൂഹം അംഗീകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ശരിക്കും ആ ഒരു ഫാമിലിയിൽ ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോയിട്ടില്ലെങ്കിലും അവരെ ജോലി ചെയ്യുമ്പോൾ അതിനുള്ള റെസ്പെക്റ്റ് ആർക്ക് കൊടുക്കണം? അതിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കണം. അല്ലാതെ വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ആയിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യുന്നത് പോലെ മാത്രം കാണരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വായിച്ചവരുടെ അവസാനം. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൂടെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. നമ്മൾ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് മാത്രം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അവരുടെ ഒരു വലിയ വീട്ടിൽ എന്താണ് ഒരു കോർണറിൽ മാത്രമായിട്ടാണ് ശരിക്കും ആ ഒരു കിച്ചൺ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു കിച്ചണിൽ എന്ന് പറയുമ്പം ശരിക്കും വെള്ളം അവിടെ ഇങ്ങനെ നിലത്ത് എന്താണ് കെട്ടി കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് വുമൻ്റെ കാലുകളൊക്കെ വിണ്ട് കയറി ക്രാക്ക് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം ഒരു വീട്ടിലേക്ക് പുതിയൊരു മരുമകൾ വരികയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വളയും മാലയും മാത്രമല്ല, ശരിക്കും ആ ഒരു എന്താണ് ആ ഒരു കാലിന് ക്രാക്ക് വരുമ്പോൾ പുരട്ടാനുള്ള ആ ഒരു ബാമും കൂടെ കൊടുത്തു വെച്ചിട്ടാണ് ഒരു മരുമക്കളെ ഒരു വീട്ടിലേക്ക് കൊടുത്തയക്കല അഥവാ കല്യാണം കഴിച്ച് വിടുക എന്നുള്ള ശരിക്കും ഒരു എന്താ പറയുക ഭയങ്കര ഒരു സാറ്ററായിട്ട്, അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിലാണ് നമ്മുടെ റൈറ്റർ അതിനെ പറയുന്നത് കേട്ടോ. അപ്പം അഥവാ ഒരു സ്ത്രീകളുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അവർ കിച്ചൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുതന്നെയാണ് അവരുടെ ലൈഫ്. അപ്പം കാലിന് എന്തെങ്കിലും വരുമ്പം അതിനുള്ള മരുന്ന് കൂടെ കൊടുത്തയക്കലാണ് അവരുടെ പതിവ് എന്നുള്ളതാണ്. കാരണം ഏതോ സ്ത്രീകളായാലും കിച്ചണിൽ മാത്രമായിട്ട് കഴിയേണ്ട ആളുകളാണ്. അപ്പം അവർക്ക് കാലിന് കംപ്ലയിൻറ്റുകൾ വരും. അപ്പം അതിനുള്ള മരുന്നുകൾ തന്നെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ കൊടുത്തയക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം അവരുടെ അടുക്കളയിലേക്ക് മാത്രമായിട്ട് അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇതിൽ പറയുന്ന വേറൊരു കാര്യമാണ് ശരിക്കും ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു വിൻഡോ തുറന്നാൽ ശരിക്കും അവർക്ക് ഒരുപാട് മൗണ്ടൻസും അതുപോലെ തന്നെ എന്താണ് ഗണപതി ക്ഷേത്രങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ഒരു ജനാല എന്ന് പറയുന്നത് ആ ഒരു ജനാലിൻ്റെ പുറത്തെന്താണ് വസ്ത്രങ്ങൾ ഇങ്ങനെ ഉണക്കാട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കാഴ്ച ശരിക്കും സ്ത്രീകൾക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം അവരുടെ ലൈഫ് ശരിക്കും ഒരു ജയിലിൽ അകപ്പെട്ട പോലെയാണ് ഒരു കിച്ചണെ സംബന്ധിച്ച്. ഒരു കിച്ചണിൽ അവർ അഥവാ അവരുടെ സ്വാതന്ത്ര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഡ്രീംസിലേക്കൊന്നും അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്താണ് അവർ ആ അഴിക്കുള്ളിൽ കിടക്കപ്പെടുകയാണെന്നുള്ളതാണ് കേട്ടോ അതിലൂടെ പറയുന്നത്. അതുപോലെ മീനാക്ഷി എന്താണ് ആ ഒരു കിച്ചണിന് കൂടുതലായിട്ട് സ്ഥലം വേണം എന്നുള്ളത് പാപ്പാജിയോട് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു പാപ്പാജിയും ജിജി എന്താണ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെടുകയാണ്. കാരണം എന്താണ് മരുമക്കൾക്ക് കുടുംബകാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പം സ്ത്രീകൾക്ക് എന്താണ് ശരിക്കും ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ അവകാശങ്ങളോ അവർക്ക് ഇല്ല. മീനാക്ഷി എന്ന് പറയുന്നത് ശരിക്കും ഒരു ചേഞ്ചിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധത്തിനെ കുറിച്ചിട്ട്, ഒരു വാറിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അഥവാ ഈ ഭാര്യ ജിജിയും അതുപോലെ തന്നെ ജിജിയും തമ്മിൽ ചെറിയൊരു എന്താണ് ഒരു അധികാര പോരാട്ടം ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. അത് ഫുഡിനെ പറ്റിയിട്ടുള്ളതാണെന്നുള്ളതാണ്. അപ്പം അഥവാ നമ്മുടെ ഈ ഭാര്യ ജിജി ആയിരുന്നു ജിജി വരുന്നവരെ എന്താണ് ആ ഒരു അടുക്കള കൺട്രോൾ ചെയ്തിരുന്നത്, അവരുടെ സ്വന്തമായിട്ട് അടുക്കള കൺട്രോൾ ചെയ്തിരുന്നത് ഭാര്യ ജിജി ആയിരുന്നെങ്കിൽ എന്താണ് ഈ ഭാര്യ ജിജിയുടെ ഹസ്ബൻഡ് അഥവാ പാപ്പാജിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ജിജിക്ക് കൈമാറേണ്ടി വരപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കാം മേ ബി പറയുന്നത്. അപ്പം ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ഒരു പവറായിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വുമണ് കിട്ടുന്ന ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് മാത്രമുള്ള അധികാരത്തിനെയാണ് ഫുഡിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ദെൻ ഒരു ഒക്ടോപ്പസിൻ്റെ ഹാൻഡ്സിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറയുന്നത് വെച്ചാൽ ഈ കിച്ചണിൽ എന്താണ് ഈ കിച്ചണിലുള്ള ജോലികളൊക്കെ ഈ ഒരു ഒക്ടോപ്പസിൻ്റെ 8 കൈകൾ അഥവാ നീരാളി ഉണ്ടല്ലോ, നീരാളിയുടെ 8 കൈകൾ പോലെ എന്താണ് സ്ത്രീകളെ എന്താണ് ഭയങ്കരമായിട്ട് ചുറ്റി പിടിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെയാണ് അവരുടെ ലൈഫ് എന്നുള്ളതാണ്. അപ്പം ഈ അരക്കെട്ടിൽ ഒരു ചെങ്ങല കെട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു അരക്കെട്ടിൽ കിട്ടുന്ന ചെങ്ങലയാണെങ്കിൽ പോലും എന്താണ് അരക്കെട്ടിലുള്ളത് അവർക്ക് എന്താണ് ഒരു ആഭരണമായിട്ട് അവർക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കാലുകളിൽ എന്താണ് അവരെ ബന്ധിപ്പിക്കുകയാണെങ്കിലോ അതൊരു പാദസരമായിട്ട് അവർക്ക് തോന്നുന്നു. അതുപോലെ തന്നെ തലയിൽ എന്തെങ്കിലും ബന്ധിപ്പിക്കുകയാണെങ്കിലോ ശരിക്കും അതൊരു കിരീടമായിട്ട് തോന്നുന്നപ്പം ഒരു പരിഹാസം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. സ്ത്രീകളുടെ ഈ ആഭരണങ്ങളും അതുപോലെ തന്നെ അവരെ കെട്ടിയിടുന്ന രീതികൾ എന്നുള്ള രീതിയിൽ ആ ഒരു പരിഹാസ്യമായിട്ടാണ് ശരിക്കും നമ്മുടെ റൈറ്റർ ഇവിടെ പറയുന്നത് കേട്ടോ. ഞാൻ പിന്നീട് പറയുന്നത് അവർ പിക്നിക്കിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ എവിടെയെങ്കിലും ടൂർ പോകാൻ അല്ലെങ്കിൽ പിക്നിക്കിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ നേരത്തെ എണീക്കണമെന്ന്, ഒരുപാട് മണിക്കൂറുകളോളം ഭക്ഷണം ഉണ്ടാക്കി എടുക്കണം, അതുപോലെ തന്നെ കുട്ടികളെ നോക്കണം, അവരെ കുളിപ്പിക്കണം, പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണം, ഭക്ഷണം പാകം ചെയ്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് ആരാണ്?
സ്ത്രീകളാണ്. ആണുങ്ങൾ എന്താണ് അവർ ഉറങ്ങുക, അതുപോലെ തന്നെ എണീക്കുക, ഭക്ഷണം കഴിക്കുക, ഒന്ന് വേറൊന്നും ചെയ്യുക. അവർക്ക് എന്താണ് അവരുടെ ആ ഒരു ടൂർ എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനും പറ്റുന്നുള്ളൂ. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിലായാലും ഇനി പുറത്ത് എവിടെയെങ്കിലും പിക്നിക്കിന് പോയാലും അവർക്ക് എപ്പോഴും എന്താണ് അവർക്കൊരു വിശ്രമമല്ല ശരിക്കും. അവരുടെ ജോലി സ്ഥലം സമയങ്ങളൊക്കെ മാറിയാലും ജോലികൾ എപ്പോഴും ഒരേപോലെ തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ റൈറ്റർ പറയുന്നത് കേട്ടോ. ദെൻ പിന്നീട് പിന്നെ ഇതിൽ മീനാക്ഷിക്ക് എന്താണ് ചെറിയൊരു അസുഖം എന്തോ വരുന്നുണ്ട്. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് വീട്ടിൽ തന്നെ ഇരിക്കും, മറ്റുള്ള സ്ത്രീകളെ പോലെ തന്നെ ജീവിക്കും എന്നുള്ളതാണ് ആ ഡോക്ടർ അവരോട് പറയുന്നത്. അപ്പം ഈ ഒരു സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്നുള്ളത് ആ ഒരു സൊസൈറ്റിയുടെ തന്നെ ആവശ്യമാണ്. അപ്പം ഒരു ഡോക്ടറായിട്ടുള്ള അദ്ദേഹം പോലും അതിനങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം അവർ സ്വാതന്ത്ര്യത്തെ ഒരു രോഗമായിട്ട് ഒരു രോഗത്തിനുള്ള കാരണമായിട്ട് പോലും അവർ കാണുന്നു. അവർ എന്തെങ്കിലും സ്വപ്നങ്ങൾ നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും അവരുടെ എന്താണ് രോഗത്തിന് കാരണമായി എന്നുള്ള കാര്യമാണ് അവിടെ ഡോക്ടർ പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും വീട്ടിൽ ഒതുങ്ങി ജീവിക്കേണ്ടവളാണ് എന്നുള്ള ഒരു ധാരണ ഒരു സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഈ ഒരു റൈറ്ററോട് വിമർശിച്ച് പറയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു സ്റ്റോറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ജിജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അവർ ശരിക്കും ഒരു ബോധരഹിതയായിട്ട് വീഴുന്നുണ്ട്. ശരിക്കും ഒരു ശാരീരികമായിട്ടുള്ള ഒരിത് കൊണ്ട് മാത്രമല്ല ശരിക്കും അവർ ബോധരഹിതയായിട്ട് വീഴുന്നത്. തൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറേ കുക്കിംഗ് ചെയ്തു, അവരെ ടേക്ക് കെയർ ചെയ്തു, അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിനും അതുപോലെ തന്നെ മക്കൾക്കും വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു. ഏകദേശം 14 ഗർഭധാരണകൾ വരെ സ്വന്തം അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ജിജി എന്ന് പറയുന്നത്. അപ്പം അവർ വീഴുമ്പോഴാണ് അവരുടെ ശരീരത്തിൽ വന്ന ഒരുപാട് മുറിവുകൾ, അതുപോലെ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് ആ സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ആഭരണങ്ങൾ തട്ടിയിട്ട് ഒരുപാട് മുറിവുകൾ, ഒരുപാട് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് പല ഭാഗത്തും മുറിവുകൾ, ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ആര് കാണാണ്? മീനാക്ഷി എന്ന് പറയുന്ന തൻ്റെ മരുമകൾ കാണാം. അപ്പം അതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും മീനാക്ഷിക്ക് എന്താണ് ഒരു ജിജിയോട് എന്താണ് ഭയങ്കരമായിട്ട് ഒരു സിമ്പതി തോന്നുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ശരിക്കും ജിജി എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെട്ടുകൂടാ എന്നുള്ളത് ചോദിക്കുകയാണ്. ജിജി അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു കിച്ചണിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് തൻ്റെ ഓർണമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പാപ്പാജിയുടെ വൈഫാണെന്നുള്ള ആ ഒരു സ്ഥാനത്തിൽ നിന്നൊന്നല്ല ശരിക്കും വരേണ്ടത്. ശരിക്കും നിങ്ങൾ ജിജി അല്ല, ശരിക്കും നിങ്ങൾ എന്താണ് ദുലാരിബായി ആണ്. അതാണ് നിങ്ങളുടെ വ്യക്തിത്വം, അതിലൂടെയാണ് നിങ്ങൾ അറിയപ്പെടേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ മീനാക്ഷി നമ്മുടെ ജിജിയോട് പറയുന്നത്. ഇതാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത്. നമ്മുടെ ഈ ഒരു ജിജിയുടെ ഈ ഒരു വീഴലായി തളർന്ന് വീഴുന്നതാണ് ഈ ഒരു കഥയുടെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്. അപ്പം താൻ ആരാണെന്നുള്ള വ്യക്തിത്വം ജിജിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു മൊമെൻ്റ് ആണ് കേട്ടോ അത്. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ജിജിയുടെ ഒരു മകന് ശരിക്കും ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ കുട്ടി അവിടെ മരിച്ചു കിടക്കുമ്പോഴും തനിക്ക് ജിജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ് അടുക്കളയിൽ പൂരിയൊക്കെ വറുത്ത് കൊടുക്കുകയാണെന്നുള്ളത്. അപ്പം തൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ പോലും ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരിക്കാനുള്ള സാവകാശമോ അല്ലെങ്കിൽ അതിനുള്ള അധികാരം പോലും അവർക്കില്ല. കാരണം എന്താണ് അപ്പോഴും അവർക്ക് അടുക്കളയിലാണ് ഡ്യൂട്ടി എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്വന്തം കുഞ്ഞിൻ്റെ ആ ഒരു മരണത്തെക്കാൾ എന്താണ് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് കുക്കിംഗ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ശരിക്കും നമ്മുടെ റൈറ്റർ അവിടെ തുറന്ന് കാട്ടുന്നത്. അപ്പം സ്ത്രീകൾക്ക് എന്താണ് വ്യക്തിപരമായിട്ട് അതിൽ പേഴ്സണലായിട്ട് അവർക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് എന്താണ് അതിൽ ഒരു സൊസൈറ്റി എന്താണ് അവർക്കതിന് ഇടം നൽകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പം ഈ ഒരു കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് മീനാക്ഷി ജിജിയോട് പറയാണ് എന്താണ് നിങ്ങളെ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ കിച്ചണിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഓർണമെൻറ്റ്സിലൊന്നും വരുന്നില്ല. അത് നിങ്ങളുടെ പേര് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ സ്വന്തം ഭർത്താവിൻ്റെ പേരിലായിട്ട് ഒന്നും വരുന്നില്ല. അപ്പം ആ ഒരു ജിജിയുടെ ഐഡൻറ്റിറ്റി തന്നെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടർ കിട്ടും. അപ്പം എന്താണ് മീനാക്ഷിയുടെ സന്ദേശം എന്ന് വെച്ചാൽ നമ്മളെന്താണെന്നുള്ളത് നമ്മൾ സ്വയം തന്നെ കണ്ടെത്തണം. അതുപോലെ തന്നെ ശരിക്കും ഒരു ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ അധികാരം ഒക്കെ ഒന്നും ഇല്ലാതെ തന്നെ എന്താണ് നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്നതിനപ്പുറം ശരിക്കും ഒരു മനുഷ്യനായിട്ട് ആ ഒരു ലേബലിൽ നിങ്ങൾ സ്വയം ആയിട്ട് കാണണം എന്നുള്ള. അപ്പം തൻ്റെ ഡ്യൂട്ടിയാണിത് എന്ന് ചെയ്യുന്നതിലുപരി തനിക്ക് തൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടുതലായിട്ട് മുൻഗണന കൊടുത്ത് ജീവിക്കാൻ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇതിൽ പറയുന്നത്. പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അനലൈസ് ടെക്സ്റ്റ് പറയുന്നുണ്ട്. ഇതിൽ കുറച്ച് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു പോയിന്റുകൾ എന്താണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് അവസാനിപ്പിക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് സ്പെഷ്യാലിറ്റി ഓഫ് ദ കിച്ചൺ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു കോർണറിലാണ് ആ ഒരു വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് ഇല്ല, വെന്റിലേഷൻ ഇല്ല, അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. വുമണിനെ സംബന്ധിച്ച് അവർ കൂടുതലായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ്. അപ്പം ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു ലോ ആയിട്ടുള്ള ഒരു സോഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റി, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി വുമണിന് കൊടുക്കുന്ന പൊസിഷനും കൂടിയാണ് ഒരു കിച്ചൺ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കിച്ചണിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സിംബോളിക് ഇമ്പോർട്ടൻസ് ഓഫ് ദ കിച്ചൺ. ഇതിൽ പറയുന്നത് ജനറേഷൻ അനുസരിച്ചിട്ടാണ് ആ ഒരു കിച്ചൻ്റെ മീനിങ് തന്നെ മാറും എന്നുള്ളതാണ്. അപ്പം പഴയ ജനറേഷനിലുള്ള കിച്ചൻ്റെ മീനിങ് അല്ല ശരിക്കും പിന്നീട് വന്ന മീനാക്ഷിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലായപ്പോഴുള്ള കിച്ചൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ അഥവാ ഭാര്യ ജിജി അതുപോലെ തന്നെ ജിജിയുടെ ഒക്കെ സംബന്ധിച്ച് ഈ കിച്ചൺ എന്ന് പറയുന്നത് അവർക്ക് പവർ അല്ലെങ്കിൽ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടാണ് അവരൊക്കെ അതിനെ കണ്ടിരുന്നെങ്കിൽ പക്ഷേ മീനാക്ഷി, രാധ, കുസുമ എന്നീ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു കൺഫൈൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒപ്രഷൻ്റെ, ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബേർഡൻ്റെ, ഫ്രീഡം ഇല്ലാത്ത ലാക്ക് ഓഫ് ഫ്രീഡം ഉള്ള ഒരു
സ്ഥലമായിട്ട് ഈ ഒരു കിച്ചൺ മാറി എന്നുള്ളതാണ്. അപ്പം ഓരോ ജനറേഷൻ അനുസരിച്ച് എന്താണ് ആ ഒരു കിച്ചണിൻ്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഓഫ് ഫുഡ്, ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ. എന്താണ് കാരണം എന്താണ് ആ ഒരു ഫുഡിലാണ് ഈ ഒരു പവർ അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള പ്രസ്റ്റേജ് ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പം വുമൻ്റെ ജോലി എന്ന് പറയുന്നത് അവർ ടയർഡ്ലെസ് ആയിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ശരിക്കും ഇൻവിസിബിൾ ആയിട്ടാണ് അല്ലെങ്കിൽ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട്, ഒരു പാട്രിയാർക്കൽ ഒരു കൺട്രോളിനായിട്ടുള്ള ടൂളായിട്ട് മാത്രമാണ് ശരിക്കും ഒരു ഫുഡിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പാട്രിയാർക്കി ഇൻ ദ സൊസൈറ്റി അടുത്ത് പറയുന്നത് എന്താണ് ഈ ഒരു മെന്നാണ് ശരിക്കും വുമൻ്റെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം വുമനെ സംബന്ധിച്ച് എന്താണ് അവർ ഈ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മുഴുവൻ അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, അല്ലാതെ അതിനെ എതിർക്കുന്നില്ല. അവർ മെൻ അതോറിറ്റി എന്താണ് പറയുന്നത് അതിനൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ എല്ലാം എല്ലാം ആർക്ക് സമർപ്പിച്ചിട്ടുണ്ട്, ആ ഒരു പാട്രിയാർക്കി സൊസൈറ്റിക്ക് അവർ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഒക്ടോപ്പസ് സിംബലിസം, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഫാമിലി പിക്നിക് എപ്പിസോഡ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ആ ഒരു പിക്നിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ് ഒരു പിക്നിക്ക് പോകുമ്പോൾ ശരിക്കും ഇവിടെ ഒരു ജെൻഡർ ഇനീക്വാളിറ്റിയാണ് ശരിക്കും ക്ലിയർ ആക്കിയിട്ട് പറയുന്നത്. കാരണം പിക്നിക്കിന് പോകുമ്പോൾ വുമനെ സംബന്ധിച്ച് അവർ നേരത്തെ എണീക്കണം, ഫുഡ് കുക്ക് ചെയ്യണം, അതുപോലെ തന്നെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മെന്നിൻ്റെ കാര്യങ്ങൾ പോലും അവർ ചെയ്ത് കൊടുക്കണം. മെന്നെ സംബന്ധിച്ച് എന്താണ് അവർ ശരിക്കും പീസ്ഫുള്ളായിട്ട് അവർ ഉറങ്ങുന്നുണ്ട്. എങ്കിൽ പോലും അവർക്ക് കംപ്ലയിൻ്റ് ആണ്, എന്താണ് അടുക്കളയിൽ നിന്ന് ഒരുപാട് ഒച്ചപ്പാടുകളൊക്കെ അവർക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഉറക്കൊക്കെ ഇതാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്നാലും അവർക്ക് കംപ്ലയിൻ്റ്, അവർക്കൊന്നും ഒരു ജോലിയും അവർക്ക് ചെയ്യേണ്ട. എന്നിരുന്നാലും ഒരു പിക്നിക്കിന് പോവുകയാണെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യാനും പറ്റുന്നുള്ളത്. അപ്പം ആ ഒരു വ്യത്യാസമാണ് അവിടെ പറയുന്നത്. ഞാൻ ഫെമിനിസ്റ്റ് മെസ്സേജ് പറയുന്നുണ്ട്. എന്താണ് ഈ ഫെമിനിസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്? ഈ വുമൺ ഫെമിനിസ്റ്റുകൾക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ എന്താണ് ഈ വുമൻ്റെ ലേബർ എന്ന് പറയുന്നത് അതിന് ഒരു റെക്കഗ്നിഷൻ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അഥവാ അവർ ചെയ്യുന്ന ജോലികൾ ആ ഒരു സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ ഫ്രീഡം, അതിനെന്താണ് ആ ഒരു സമൂഹം അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഭാഗം. ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ശരിക്കും ഒരു സെൽഫ് റിയലൈസേഷൻ നിന്നാണ് ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം വരുന്നത് എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഒരു 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 ട്രഡീഷണൽ ആയിട്ടുള്ളൊരു എന്താണ് നറേറ്റീവ് സ്ട്രക്ചർ ഒന്നും ഈ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4 സീരീസ് ഓഫ് എപ്പിസോഡ്സ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ രാജസ്ഥാനി ജോയിൻറ്റ് ഫാമിലിയിലുള്ള അവരുടെ ഡെയിലി ലൈഫ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. ഒരു 4 തീമാറ്റിക് പാർട്ടായിട്ടാണ് ഇത് ഉള്ളത്. ഒന്ന് സ്പെഷ്യാലിറ്റി ഓഫ് ദ കിച്ചനെ കുറിച്ച് പറഞ്ഞത്. ദെൻ കിച്ചൺ ആസ് എ ബാറ്റിൽ ഗ്രൗണ്ട്, ഒരു അധികാര കൈമാറ്റത്തിന് തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ ജിജിയും അതുപോലെ തന്നെ ഭാര്യ ജിജിയും തമ്മിലുള്ള അത് പറഞ്ഞു. അതുപോലെ തന്നെ ജെൻഡർ റൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്, ദെൻ ഫെമിനിസ്റ്റ് റിയലൈസേഷൻ, ഇങ്ങനത്തെ 4 തീമാറ്റിക് പാർട്സ് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. ഇതിൻ്റെ ഒരു ഫൈനൽ സെക്ഷൻ പറയുമ്പം ഒരു ഫെമിനിസ്റ്റ് മെസ്സേജ് കൊടുക്കുകയാണെന്ത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കും.